കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സംഘടനാ മികവ് എപ്പോഴും അവകാശപ്പെടുന്നത് ഇടതുപക്ഷം തന്നെയാണ്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. എല്ലാ സാമുദായിക മത ഇടങ്ങളിലും രാഷ്ട്രീയപരമായ ഒരു ഇടപെടലിനേക്കാൾ അപ്പുറത്തേക്ക് സാമൂഹ്യപരമായ ഇടപെടൽ ഇടതുപക്ഷത്തെ സഹയാത്രികർ, ഇടതുപക്ഷ നേതാക്കന്മാർ നടത്താറുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയ സംഘടനാ മികവുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം 2019-ലെയും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീണത് എന്ന ചോദ്യത്തിന് മറുപടി നിരവധിയാണ്. 2019-ൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് ഇടതുപക്ഷത്തിന് പറയുവാൻ മറുപടി ഏറെ ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസിന് വലിയൊരു വിജയ തരംഗമുണ്ടായിരുന്നു. സാക്ഷാൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്ന വിജയ തരംഗം. എന്നാൽ 2024-ൽ അത്തരത്തിൽ യാതൊരു തരംഗവുമില്ലാതെ എങ്ങനെയാണ് കോൺഗ്രസ് 18 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ചു വന്നത് എന്ന ചോദ്യത്തിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തോളം സജീവമായ സംഘടനാ പ്രവർത്തന മികവുള്ള ഒരു പ്രസ്ഥാനം ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് മറ്റൊരു പാർട്ടിയുമല്ല, BJP ആണ്. BJPക്കും ഇടതുപക്ഷത്തെ പോലെ ഒരു സംഘടനാ മികവ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. കാലങ്ങളായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അടക്കി വാണിരുന്ന പല സംവിധാനങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തുവാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസും മറുതലക്കിൽ നിന്നുകൊണ്ട് മോശമല്ലാത്തൊരു പ്രതിരോധം തീർക്കുന്നതും ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. കാലങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം അനുഭാവം പ്രകടിപ്പിച്ചു നിന്നിരുന്ന പല സാമുദായിക സംഘടനകളും ഇടതുപക്ഷത്തെ കൈവിട്ടതോടുകൂടിയാണ് 2024 ഒരു മികച്ച തകർച്ചയിലേക്ക് CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ തകർന്നുപോയത്. കേരളത്തിൽ 1950 മുതലാണ് RSS സജീവമാകുന്നത്. എന്നാൽ അധികാരപരമായി ശബ്ദമുയർത്തുവാൻ തുടങ്ങിയത് 2014 മുതലാണ്. അന്നാണ് കേന്ദ്രത്തിൽ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒന്നാം NDA സർക്കാർ അധികാരത്തിലെത്തുന്നത്. പിന്നീട് അങ്ങോട്ട് BJP ആ തരംഗത്തിൽ കേരളത്തിൽ വളർന്നു വരികയായിരുന്നു. 2024-ലാണ് തങ്ങൾ മോശമല്ലാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് കീഴടക്കുവാൻ കഴിയാത്ത ഒരു വാലികേറ മലയല്ല കേരളമെന്ന് തെളിയിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ഈറ്റിലമായ ആലപ്പുഴ ജില്ലയിലടക്കമുള്ള വിവിധ ഇടങ്ങളിൽ ഒട്ടുമിക്ക ജില്ലകളിലും ഒട്ടുമിക്ക നിയമസഭാ മണ്ഡലങ്ങളിലുമെല്ലാം BJP കടന്നു വന്നത്. 19 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തുന്നു BJP. ഇടത് കോട്ടകളായ ജില്ലകളിലെല്ലാം ഇടത് കോട്ടകളിലും ഇടത് ഗ്രാമങ്ങളിലും വോട്ടുകൾ വാരിക്കൂട്ടുന്നു. അങ്ങനെ BJP നിസാരമായി കാണാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന ബോധ്യം ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഉണ്ടാകുന്നു. അതിൽ വലിയ തിരിച്ചടി ആഘാതത്തോടു കൂടി ഉണ്ടായത് CPMന് തന്നെയാണ്. ആ തിരിച്ചടിയുടെ കാരണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇടതുപക്ഷം. ക്ഷേത്രങ്ങളും ക്ഷേത്ര കമ്മിറ്റികളുമൊക്കെയായുള്ള ഇടതുപക്ഷത്തിൻ്റെ ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടായിട്ടുണ്ട്. SNDPയും KPMSും അടക്കമുള്ള സാമുദായിക സംഘടനകളുമായുള്ള ആത്മബന്ധത്തിൽ ഇടതുപക്ഷത്തിന് വിള്ളലുണ്ടായിട്ടുണ്ട്. ആ വിള്ളലെല്ലാം ഒത്തുചേർന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടിയുടെ പ്രധാന കാര്യങ്ങളിലൊന്നായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. നിലവിൽ ഈ മേഖലയിലെല്ലാം സംഘടനാ മികവ് കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നത് BJP ആണ്. ഒട്ടുമിക്ക ക്ഷേത്ര കമ്മിറ്റികളിലും BJPക്ക് കൃത്യമായ സ്വാധീനമുണ്ട്. ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹിന്ദുമത വിശ്വാസങ്ങളെ ഉയർത്തി കാട്ടുന്നത് കൊണ്ട് തന്നെ BJPക്ക് നിഷ്പ്രയാസം അമ്പല കമ്മിറ്റികളിൽ സ്ഥാനം പിടിക്കുവാൻ സാധിച്ചു. കൂടാതെ SNDP പോലെയുള്ള സാമുദായിക സംഘടനാ നേതാക്കന്മാരുമായുള്ള വലിയ ബന്ധം അത് രാഷ്ട്രീയപരമായി കൂടി വളർന്നപ്പോഴേക്കും അത്തരത്തിൽ സാമുദായിക ബന്ധം പുലർത്തുവാൻ BJPക്ക് സാധിച്ചു. KPMSലും അതുതന്നെയാണ് സംഭവിച്ചത്. സർക്കാർ വിരുദ്ധ വികാരം അണപൊട്ടി ഒഴുകിയപ്പോൾ എല്ലാ കാലത്തും കണ്ണടച്ച് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന KPMS അടക്കമുള്ള സാമുദായിക സംഘടനകൾ BJPക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കുവാൻ തുടങ്ങിയതും തിരിച്ചടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി ആ പ്രശ്നങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് CPM തന്ത്രപരമായ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. ഇടതുപക്ഷ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളായ പ്രവർത്തകരെ അമ്പല കമ്മിറ്റികളിലും പള്ളി കമ്മിറ്റികളിലും അങ്ങനെ ദേവാലയ കമ്മിറ്റികളിലെല്ലാം കൃത്യമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് വിശ്വാസികൾക്കിടയിലേക്ക് ഇടതുപക്ഷ പാർട്ടിയെ കൃത്യമായി എത്തിക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ, പ്രധാനമായും CPM. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ കൂടി കയ്യേറിയാൽ വിജയിച്ചു വരാമെന്ന പ്രതീക്ഷയോടുകൂടി മത്സരത്തിനിറങ്ങിയ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത്. മുസ്ലിം പ്രീണനം ഒരു ഭാഗത്ത് CPMന് തിരിച്ചടിയാവുകയും മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തോട് വലിയ മുഗ്ധത കാണിക്കുകയും ചെയ്തത് മോശമല്ലാത്ത ഒരു പരാജയത്തിൻ്റെ പ്രധാന കാരണമായി മാറി. എന്നാൽ
ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയങ്ങളിൽ ഒന്നാണ് എന്ന ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഇപ്പോൾ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ ഒന്നായി മാറിയിരിക്കുന്നു. അത് ജനങ്ങളിൽ എത്തിക്കുവാനാണ് CPMൻ്റെ രണ്ടാമത്തെ നീക്കം. അതായത് ദേവാലയങ്ങളിൽ കൃത്യമായി ഇടപെടുക, സാമുദായിക സംഘടനകളിൽ കൃത്യമായി ഇടപെടുക, അതിനോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ നയത്തെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളും രാഷ്ട്രീയപരമായ നീക്കത്തിലൂടെ നടപ്പിലാക്കുവാനാണ് CPM ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. അതിനോടൊപ്പം വർഗീയതയ്ക്ക് ഇടതുപക്ഷം എതിരാണെന്നും വിശ്വാസത്തെ മുറുകെ പിടിക്കുമെന്നും പറയുന്ന പുതിയ ഒരു ക്യാമ്പയിൻ CPM മുൻപോട്ട് വയ്ക്കുകയാണ്. എഗനിസ്റ്റ് കമ്മ്യൂണലിസം ആൻഡ് നോട്ട് ഫെയ്ത്ത് ആൻഡ് ബിലീഫ് എന്ന മുദ്രാവാക്യത്തോടു കൂടിയുള്ള ഈ ക്യാമ്പയിൻ സജീവമായി സംസ്ഥാനത്തുടനീളം നടത്തിക്കൊണ്ട് പഴയ പ്രൗഢഗംഭീരമായ സമയത്തേക്ക് തിരിച്ചു വരിക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് CPMനുള്ളത്. കാലങ്ങളായി ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്യുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട വോട്ടർമാർ, പുലയ പറയ സമുദായത്തിൽപ്പെട്ട വോട്ടർമാർ, നിരീശ്വരവാദികളായുള്ള വോട്ടർമാർ, അങ്ങനെ സാമുദായികപരമായും മതപരമായും ഒക്കെ ഇടതുപക്ഷത്തോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന വോട്ടർമാരെയൊക്കെ പാർട്ടിയിലേക്ക് ആകർഷിപ്പിക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിന് പിന്നിൽ വ്യക്തമായുമുണ്ട്. എന്തായാലും ഈ നീക്കങ്ങൾ ചുക്കാൻ പിടിക്കുന്നതിനൊപ്പം തന്നെ ഇടതുപക്ഷം തിരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന വികസന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ധാർഷ്ട്യം ഒഴിവാക്കുകയും ഏകാധിപത്യ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം മുൻപോട്ട് വയ്ക്കുന്നത് എന്ന ബോധ്യം കൂടി ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതിനോടൊപ്പം ഈ തന്ത്രങ്ങളും കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചാൽ ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എന്ന കണക്കൂട്ടലാണ് CPM ഇപ്പോൾ മുൻപോട്ട് വയ്ക്കുന്നത്.